ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ സത്യത്തിൽ ഓൺ വോയിസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മക്കളവിടെ ഹാളിൽ ഭയങ്കരമായിട്ട് പാട്ട് വെച്ചിട്ടുണ്ട്. ഡാൻസും പാട്ടും പരിപാടികളൊക്കെയാണ്. അപ്പം എന്തായാലും കോപ്പിറൈറ്റ് വരും. ഞാൻ പറയണത് കേൾക്കുന്നുണ്ട്, പക്ഷെ എന്തായാലും അതിൻ്റെ ഒരു കോപ്പിറൈറ്റ് വരും. അവർ ഹിന്ദി സോങ് ഒക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വർക്കൊക്കെ കഴിഞ്ഞ് പോകുന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്ന സാധനങ്ങളൊക്കെ വാങ്ങി പോന്നു. ഒരു 10 മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യ ഘട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാതെ മുട്ടക്കറിയൊക്കെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുട്ട വാങ്ങിച്ചു. പിന്നെ ഇതൊരു വീട്ടിൽ നിന്നുള്ളതാണ്, ഈ കറിവേപ്പിൻ്റെ ഇല വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ മുട്ട ഞാൻ കഴുകിയിട്ട് കോട്ടൻ്റെ ക്ലോത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ നനവൊന്ന് പോയി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. കറിവേപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞത് നല്ല ഇലയൊന്നും അല്ല, പക്ഷെ നല്ല പൊടി ഉണ്ട് കേട്ടോ, പൊടി. അപ്പോൾ ഞാനിങ്ങനെ ഇലയെല്ലാം ഊരി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് തിരുമ്മിയിട്ട് ഒന്ന് കഴുകി. അപ്പോൾ നല്ല പൊടി ഇളകി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചുകൊണ്ട് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അതിൽ എത്രത്തോളം പൊടി ഉണ്ട് അതൊക്കെ അങ്ങോട്ട് പോവട്ടെ എന്ന് വിചാരിച്ചു. ഇല കാണാൻ അത്ര ഭംഗിയുള്ള ഇലയൊന്നും അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും കറിവേപ്പിൻ്റെ ഇലേൻ്റെ സ്ഥാനത്ത് അതുതന്നെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട കൊണ്ടുവന്നതിൽ 2 എണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുട്ട ഞാനൊരു സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ദിവസമായിട്ട് പിന്നെ തരിക്കഞ്ഞി, എത്ര പേർക്ക് അറിയാമെന്നും അറിയില്ല, നമ്മുടെ മലപ്പുറം ജില്ലക്കാർക്ക് എന്തായാലും തരിക്കഞ്ഞിയെ പറ്റി നല്ലോണം അറിയാണ്ടാവും. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ എന്താ പറയുക, ഈ മലബാർ ഏരിയക്കാർക്ക്, അതായത് മുസ്ലിംസിൻ്റെ അവരുടെ ഈ നോമ്പ് കാലത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പൊട്ടികളിലൊക്കെ എടുത്ത് ഒരുപാട് എന്താ പറയുക, ഹിന്ദുസ് കുറവാണ്. അപ്പോൾ ഇവരാണ്, ഞാൻ മതത്തിനെ പറയല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, ഇവരിടയിലാണ് ഞങ്ങൾ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പിന്നെ നോമ്പ് കാലം വന്നാൽ നോമ്പെടുക്കുകയും, അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ പത്തിരി ഇറച്ചി കൊണ്ടുതരിക, അതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെ തരിക്കഞ്ഞൊക്കെ കൊണ്ടുതരും. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് ഈ തരിക്കഞ്ഞി ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ കുടിച്ചിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ടും ഞങ്ങളൊക്കെ തരിക്കഞ്ഞി ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറ് കേട്ടോ. ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ തരിക്കഞ്ഞി ഉണ്ടാക്കണത് എങ്ങനെയാണ്, കുറച്ച് സേമിയയും കൂടെ ചേർത്തിട്ടാണ് തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കണത്. എനിക്ക് തോന്നുന്നു നമ്മൾ റവ മാത്രം വെച്ചിട്ടാണ് തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പാലിലും റവ ഇട്ടിട്ട് മധുരവും ഏലക്കായൊക്കെ ഇട്ട് ചേർത്ത് അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കാം. പക്ഷേ സേമിയയും കൂടെ കുറച്ച് ചേർക്കണോണ്ട് തന്നെ ആദ്യം സേമിയ നെയ്യിലൊന്ന് മൂപ്പിച്ചു. കുറച്ചാണ് കേട്ടോ, ഒരുപാടൊന്നുമില്ല, കുറച്ച് സേമിയ ചേർത്തു. പിന്നെ അതിലേക്ക് പാലൊഴിച്ചു കൊടുത്തു. എന്നിട്ട് സേമിയ വേവിക്കാനുള്ള ആ ഒരു സമയമാണ് കേട്ടോ, അതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ചില സ്ഥലത്തേക്കൊന്നും അങ്ങനെ സേമിയം തരിക്കഞ്ഞിയിൽ ചേർക്കൂല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുടിച്ചിട്ടുള്ളതും ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയണത്. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഞങ്ങൾക്ക് ആ നോമ്പിൻ്റെ സമയത്ത് തരുന്നതിൽ ആ ഒരു തരിക്കഞ്ഞിയിൽ സേമിയം ചേർക്കാറുണ്ട്. ഒരുപാട് ചേർക്കാന്നല്ല, കുറച്ച് സേമിയം ചേർക്കും. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണത്. പിന്നെ ഉണ്ടാക്കണ ഓരോ സ്റ്റെപ്പും മെത്തേഡിലും ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് സേമിയനൊന്ന് വറുത്തെടുത്തു. അതിന് ശേഷം പാലൊഴിച്ചിട്ട് അങ്ങനെ സേമിയം വേവിച്ചെടുക്കുകയാണ് കേട്ടോ. സേമിയ വെന്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അതിലേക്ക് നമ്മളെ റവ ചേർത്ത് കൊടുക്കണം. റോസ്റ്റഡ് റവയാണ് എൻ്റെ കയ്യിലുള്ളത്. അതിപ്പോൾ ഏത് റവയായാലും കുഴപ്പമില്ല തോന്നുന്നുണ്ട്. പിന്നെ ട്രഡീഷണലായിട്ട് ചെയ്യുകയാണെങ്കിൽ തേങ്ങാപ്പാലിനൊക്കെയാണ്. പക്ഷേ നമുക്കിവിടെ അരയ്ക്കാൻ തന്നെ തേങ്ങ എന്താ പറയുക, നല്ല പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിലേക്ക് ഞാൻ പാക്കറ്റ് പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളെ എന്താ പറയുക, സേമിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് റവ ചേർത്ത് കൊടുത്തു. നിങ്ങൾ കണ്ടല്ലോ, അത് ടേബിൾ സ്പൂണാണോ ടീസ്പൂണാണോ അതൊന്നും എനിക്കറിയില്ല.
ഒരു 3 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ ദാ ഒരു 2 ഏലക്കായയും ഒരു നുള്ള പഞ്ചസാരയും കൊടുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചു. അതും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഏകദേശം നമ്മൾ എന്താ പറയുക തരിക്കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തിക്കായിട്ട് വരികയും ചെയ്തിട്ടു. റവ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് തിക്കായിട്ട് വരുമല്ലോ. അപ്പോൾ മധുരമൊക്കെ നോക്കുമ്പോൾ മധുരം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക ആ മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവുക കേട്ടോ. പായസത്തിലൊന്നും നമ്മൾ ഉപ്പൊന്നും ഇടില്ലല്ലോ. അപ്പോൾ ഈ തരിക്കഞ്ഞിയിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ആ ഒരു ടേസ്റ്റായി വരും. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളിതിലേക്ക് ഉള്ളി, അതായത് ചെറിയ ഉള്ളിയില്ല വലിയ ഉള്ളി നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ എന്താ പറയുക തരിക്കഞ്ഞി സെറ്റായിട്ടുണ്ട്. തണുത്ത് വരുമ്പോൾ ഒരു നല്ലൊരു ചൂട് പോകുമ്പോഴത്തേക്കും ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇനി ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയൊരു പാനെടുത്തിട്ട് ഇതിൽ ഒന്ന് എന്താ പറയുക നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ്, ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ നിങ്ങളിപ്പോൾ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ സേമിയ ചേർക്കാതെ ആരെങ്കിലും അതായത് റവ മാത്രം ഉപയോഗിച്ചിട്ടും തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊന്ന് ഒരു തവണയെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഉണ്ടാക്കാത്തവരോടാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ നാട്ടിൽ നമ്മളെടുത്തുള്ള അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ സേമിയ വെച്ചിട്ട് തന്നെയാണ് അവർ എന്താ പറയുക തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തരിക്കഞ്ഞി കുടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനും ഇതിങ്ങനെ ഉണ്ടാക്കണത്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും എന്താ പറയുക കമൻറ്റൊക്കെ അറിയിച്ച കൂട്ടുകാരെല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യണം എല്ലാവരും. കമൻറ്റുകൾ വീഡിയോ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റും കൂടെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇപ്പോൾ കണ്ട ആ നെയ്യ് ഞാൻ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, കുറച്ച് തന്നെയാണ് ചേർത്തത്. പക്ഷേ കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു എന്താ പറയുക 3 ആളുകളല്ല എല്ലാവരും പറയുക തരിക്കഞ്ഞി ഫേവറേറ്റ് ഇഷ്ടമുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ തരിക്കഞ്ഞിക്ക് റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ പാത്രം കഴുകാനൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ.
എന്തായാലും ഇത്ര ഇതിനോട് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഭയങ്കര ചൂടാണ്, ചൂടറിയിട്ട് ആസ്വദിച്ച് കുടിക്കാം കേട്ടോ. അപ്പോൾ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.